നമസ്കാരം. ഈ കാലാകാലങ്ങളായിട്ട് മനുഷ്യനുണ്ടായ കാലം മുതൽ, അതായത് അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള യുദ്ധം അല്ലെ, അത് കാലാകാലങ്ങളായിട്ടുള്ളതാണ് അല്ലെ. അതിപ്പം പിന്നെ വളരെ ചുരുക്കമാണെങ്കിൽ പോലും ഇപ്പോഴും ഉണ്ടതല്ല. അതിന് വലിയൊരു ഉദാഹരണമാണ് ഈ അനുമോള്. എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ജിസേൽ ഉണ്ടായിരുന്നപ്പം അമ്മായിയമ്മ പോലെ എടുക്കുന്ന പോലാണ് ഈ ജിസേലിനോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ജിസേൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, വലിയൊരു കണ്ടന്റാണ് അനുമോൾക്ക് നഷ്ടമായത്. അനുമോള് കരഞ്ഞെങ്കിൽ ആ കണ്ടന്റ് പോയല്ലോ എന്നോർത്ത് ദുഃഖം കൊണ്ട് മാത്രം കരഞ്ഞതാണ് അനുമോള്. അനുമോളുടെ ഫാൻസ് വന്ന് ചീത്ത വിളിച്ചാലും ഇല്ലെങ്കിലും കൊള്ളാം, പക്ഷേങ്കിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പൊ അനുമോള് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യും എന്ന്. അപ്പൊ കിട്ടിയ ഒരു അടുത്ത തുറപ്പുവച്ചിട്ടാണ് ആരാണ്, നമ്മുടെ ലക്ഷ്മി. കഴിഞ്ഞ ദിവസം അരി അളന്നിടണം, ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്, ശരിയാണ്. ഇപ്പം പഴയ നാഴി ഗ്ലാസ്സിലൊന്നും അല്ല, ചിലരിപ്പം നമ്മുടെ ഓരോ ഗ്ലാസ്സിനകത്തായിരിക്കും അളക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. ഇപ്പൊ എന്നും ഒരു പാത്രത്തിൽ ഇട്ടാൻ അരി എടുക്കുന്നെങ്കിൽ നമുക്കറിയാം, ആ പാത്രത്തിൽ അളക്കാതെ തന്നെ അറിയാം ഈ പാത്രത്തിൽ ഇത്ര ഇട്ടാല് അല്ലേ. ഇതൊക്കെ ഇവള് എന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ല. അവരവരുടെ അടുക്കള കാര്യം ചെയ്തോട്ടെ. അധികം വന്നെങ്കിൽ അവരത് ഹാൻഡിൽ ചെയ്യും, അന്നെങ്കിൽ നോക്കിയാൽ മതി. അതേപോലെ പിന്നെ വീണ്ടും ആദിലയോടും നൂറയോടും ഒക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ വലിയ സംഭവമാണ് അനുമോളെന്നാണ് അനുമോളുടെ വിചാരം. പക്ഷെ എനിക്കറിയില്ല എന്തുമാത്രം സംഭവം. ഈ പറഞ്ഞ PR വർക്ക് നന്നായിട്ട് നടക്കുന്നുള്ള ആള് തന്നെയാണ്. പിന്നെ ശരിയാണ്, 11 വർഷമായിട്ട് അവർ ഫീൽഡിലുള്ളതാണ്. അവർക്ക് കുറേ ഫാൻസ് ഉണ്ട്, ഒരുപാട് പ്രോഗ്രാം ഫാൻസ് ഉണ്ട്, സംഭവം ചെയ്യും. പക്ഷെ എന്നാലും ഈ ഇങ്ങനെയൊന്നും അങ്ങോട്ട് വഴക്കുണ്ടാക്കുന്നത് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. അതുപോലെ ആദിലയോടും നൂറയോടും ഉള്ള ഇഷ്ടം ഒരു പരിധി വരെ അനുമോൾക്ക് നെഗറ്റീവായിട്ടേ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം ആദിലേക്ക് നൂറയ്ക്ക് ഓൾറെഡി ഹേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇവരെ ആരാണ് വോട്ട് ചെയ്ത് ഇവരെ നിർത്തുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്രാവശ്യം അതുപോലെ ബെന്നിയെ പുറത്താകുന്ന കാര്യമാണ് കേൾക്കുന്നത്. ലക്ഷ്മി നിൽക്കാനും സാധ്യത, കാരണം ലക്ഷ്മി കുറച്ചുകൂടെ കളിച്ചു വരുന്നുണ്ട്, ഇപ്പം പറയാണ്ടിരിക്കാൻ വയ്യ. അതുപോലെ സാബുമാൻ ഇപ്രാവശ്യം രക്ഷപ്പെട്ടു, അത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ രക്തസാക്ഷി എന്ന് പറയില്ലേ, ഈ ബിഗ് ബോസിലെ രക്തസാക്ഷിയാണ് ഈ സാബുമാനൻ, പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഷാനവാസിനെ എടുക്കുന്ന കൂട്ടത്തില് ഈ ഷാനവാസ് ഇന്നേ വരെ ഈ പ്രോഗ്രാം കണ്ടിട്ടില്ലെന്ന് പോലും. ഇങ്ങനെയുള്ളവരെയൊന്നും എടുക്കരുത്. സത്യം പറഞ്ഞാൽ അയാൾക്ക് ഗെയിം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവരെടുക്കുമ്പോൾ എന്ത് മാനദണ്ഡത്തിലാണ് എടുക്കുന്നത്? അയാൾക്ക് പകരം വേറെ ആരെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഒരാൾക്ക് ഒരു ചാൻസ് കിട്ടിയില്ല. ഇല വെറുതെ എടുത്തിട്ട് അയാളെ തുറന്നു പറയാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ലാലേട്ടാ ബിഗ് ബോസ് എന്ന്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ബിഗ് ബോസിന്റെ നെഗറ്റീവ് ഒരു സന്ദേശമല്ലേ കൊടുക്കുന്നത്. ഈ ബിഗ് ബോസിൽ എടുത്തോളം ഇതുവരെയും ഇത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇയാളെ എന്തിനാണ് ഇതിനകത്തോട്ട് കൊണ്ടിട്ടിരിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അനുമോള് സൂക്ഷിക്കുക, ഷാനവാസ് സൂക്ഷിക്കുക, ആദിലെ നൂറേയും മാറ്റി കളിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അനുമോള് നന്നായിട്ട് കളിച്ചാൽ അനുമോക്ക് കൊള്ളാം. ലക്ഷ്മിയുടെ പുറകെ പോയിട്ട് കാര്യം, ലക്ഷ്മിക്കാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അറിഞ്ഞു കളിച്ചാൽ അവർക്ക് കൊള്ളാം.